വെസ്റ്റ് ഇൻഡീസിനെതിരായ എവേ ടെസ്റ്റ് പരമ്പര 2-0 തൂത്തുവാരിയതിനു ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അടുത്ത വലിയ വെല്ലുവിളിക്കായി സജ്ജരായിരിക്കുകയാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കിരീടം നേടിയ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് എതിരാളികൾ. അടുത്ത മാസം 14-ന് കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ ഈഡൻ ഗാർഡൻസിൽ ആദ്യ ടെസ്റ്റ് ആരംഭിക്കുന്നതോടെ 2 മത്സരങ്ങൾക്കുള്ള ഈ ആവേശകരമായ പരമ്പരയ്ക്ക് തുടക്കമാകും. രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് 22-ന് ഗുവാഹത്തിൽ വെച്ച് നടക്കും. വൈറ്റ് ബോൾ പരമ്പരകൾക്ക് ശേഷമാണ് ടെസ്റ്റ് പോരാട്ടത്തിനായി ഇന്ത്യ ഇറങ്ങുന്നതെന്നതിനാൽ ടീം അംഗങ്ങളുടെ ശാരീരിക ക്ഷമതയും ഫോമും ഒരുപോലെ പ്രധാനമാണ്. വിൻഡീസിനെതിരായ പരമ്പരയിൽ നേടിയ ആധികാരിക വിജയം നൽകിയ ആത്മവിശ്വാസം ഉണ്ടെങ്കിലും നിലവിലെ ലോക ചാമ്പ്യന്മാരായ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ പോരാട്ടം തീർച്ചയായും കടുപ്പമേറിയതായിരിക്കും. ഈ പരമ്പരയിൽ ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ പരമ്പരയിൽ കളിച്ച ടീമിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ചില പ്രധാന കളിക്കാരുടെ തിരിച്ചുവരവും മുൻനിര താരങ്ങളുടെ വിശ്രമവും ടീം ഘടനയെ സ്വാധീനിക്കും. ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനും 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്തിന്റെ മടങ്ങിവരവാണ് ഈ പരമ്പരയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആകാംക്ഷ നൽകുന്ന ഘടകം. പരിക്ക് മൂലം ദീർഘകാലമായി ടീമിന് പുറത്തായിരുന്ന പന്ത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ പരമ്പരയോടെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുമെന്നാണ് സൂചന. ഇംഗ്ലണ്ടിനെതിരായ 4-ാം ടെസ്റ്റിനിടെ കാലിന് പരിക്കേറ്റ പന്ത് ഏഷ്യ കപ്പും വിൻഡീസിനെതിരായ പരമ്പരയും ഓസ്ട്രേലിയൻ വൈറ്റ് ബോൾ പര്യടനവും നഷ്ടപ്പെടുത്തിയിരുന്നു. എന്നാൽ ഒക്ടോബർ 15-ന് ഡൽഹിക്ക് വേണ്ടി രഞ്ജി ട്രോഫിയിൽ കളിക്കാൻ അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുത്തിരുന്നു. രഞ്ജി ട്രോഫിയിലെ പ്രകടനവും ഫിറ്റ്നസ് റിപ്പോർട്ടുകളും പരിഗണിച്ചായിരുന്നു പന്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തത്. റിപ്പോർട്ടുകൾ പ്രകാരം പന്ത് ഫിറ്റ്നസ് വീണ്ടെടുക്കുകയും രഞ്ജിയിൽ കളിക്കുകയും ചെയ്താൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അദ്ദേഹം ടീമിൽ തിരിച്ചെത്തുമെന്നും ഉറപ്പായിരുന്നു. പന്ത് ടീമിൽ തിരിച്ചെത്തുന്നതോടെ ബാക്കപ്പ് കീപ്പറായി പരിഗണിച്ചിരുന്ന എൻ ജഗദീഷിനെ പോലുള്ള യുവതാരങ്ങൾക്ക് സ്ക്വാഡിലെ സ്ഥാനം നഷ്ടമായേക്കാം. പന്തിന്റെ ആക്രമണപരമായ ബാറ്റിംഗും വിക്കറ്റിന് പിന്നിലെ പരിചയസമ്പത്തും ഈ പരമ്പരയിൽ ഇന്ത്യക്ക് മുതൽമുടക്കാകും. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ കളിച്ച ബാറ്റിംഗ് ലൈനപ്പിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഗില്ലും ഓപ്പണിംഗിൽ തുടരും. ചേതേശ്വർ പൂജാരയ്ക്കും ശേഷം 3-ാം നമ്പറിൽ അവസരം ലഭിച്ച സായി സുദർശനെ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ സെലക്ടർമാർ തുടരും. യുവതാരമായി സായി സുദർശന് സ്ഥിരതയോടെ പ്രകടനം നടത്താനുള്ള അവസരം നൽകേണ്ടത് ടീമിന്റെ ദീർഘകാല കാഴ്ചപ്പാടിൽ പ്രധാനമാണ്. വിൻഡീസിനെതിരെ ടീമിൽ ഉണ്ടായിരുന്ന മറുനാടൻ മലയാളി താരമായ ദേവദത്ത് പടിക്കൽ ബാക്കപ്പ് ബാറ്ററായി ടീമിൽ തുടരാനുള്ള സാധ്യതയുമുണ്ട്. സായി സുദർശന് പരിക്കേൽക്കുകയോ ഫോം നഷ്ടമാവുകയോ ചെയ്താൽ മാത്രമേ പടിക്കലിന് പ്ലേയിങ് 11-ൽ അവസരം ലഭിക്കാൻ സാധ്യതയുള്ളൂ. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം തുടരുന്ന സർഫറാസ് ഖാനെ വീണ്ടും തഴയാനാണ് സാധ്യത. മധ്യനിര ബാറ്റിംഗിൽ വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ എന്നിവർ അവരുടെ സ്ഥാനം ഉറപ്പിക്കും. മുൻനിരയിൽ കരുൺ നായർക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഓൾറൗണ്ടർമാരുടെ നിരയിൽ അക്ഷർ പട്ടേൽ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ടീമിൽ തുടരും. വിൻഡീസിനെതിരായ പരമ്പരയിൽ അവസരം ലഭിക്കാതിരുന്ന അക്ഷർ പട്ടേലിനെ ഹോം ടെസ്റ്റുകളിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. ഇന്ത്യൻ പിച്ചുകളിൽ പ്രത്യേകിച്ചും ഈഡൻ ഗാർഡൻസിലെയും ഗുവാഹത്തിയിലെയും സാഹചര്യങ്ങളിൽ അക്ഷർ പട്ടേലിന്റെ ലെഫ്റ്റ് ആം സ്പിൻ ബൗളിംഗും വാലറ്റത്തെ ബാറ്റിംഗും ടീമിന് അധിക ബലം നൽകും. ആക്രമണത്തിന്റെ ശക്തിയിൽ ഇന്ത്യക്ക് പൂർണ്ണ വിശ്വാസമുണ്ടാകും. പേസ് ബൗളിംഗ് വിഭാഗത്തിലാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് സാധ്യത. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പരയിൽ കളിക്കാൻ സാധ്യത കുറവാണ്. ഓസ്ട്രേലിയയുമായി അടുത്ത മാസം നടക്കാനിരിക്കുന്ന 5 T20 മത്സരങ്ങളിൽ അദ്ദേഹം കളിക്കുന്നുമുണ്ട്. അടുത്ത വർഷം ആദ്യം ICC T20 ലോകകപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജോലിഭാരം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ബുംറയ്ക്ക് ഇന്ത്യ വിശ്രമം നൽകിയേക്കും. അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ടീമിന് പരമപ്രധാനമാണ്. ബുംറയുടെ അഭാവത്തിൽ മറ്റൊരു സ്റ്റാർ പേസറായ മുഹമ്മദ് ഷമ്മിയെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ തിരിച്ചു വിളിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഷമ്മി നിലവിൽ രഞ്ജി ട്രോഫിയിൽ ബംഗാളിനായി മികച്ച പ്രകടനം പുറത്തെടുത്ത് തന്റെ ഫിറ്റ്നസ് തെളിയിച്ചിട്ടുമുണ്ട്. രഞ്ജി ട്രോഫിയിൽ നന്നായി കളിക്കാമെങ്കിൽ ഏകദിനത്തിലും ടെസ്റ്റിലും കളിക്കാൻ തനിക്ക് കഴിയുമെന്ന ഷമ്മിയുടെ വാദം സെലക്ടർമാർ പരിഗണിക്കാനും സാധ്യതയുണ്ട്. മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ഇഷാൻ പൊറൽ തുടങ്ങിയവരാകും ടീമിലെ മറ്റ് പേസർമാർ. ഭുവനേശ്വർ കുമാറിനെ പോലുള്ള പരിചയസമ്പന്നരെയും പരിഗണിച്ചേക്കാം. ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷമാണ് ഇന്ത്യ ഈ പരമ്പരയിലേക്ക് എത്തുന്നതെന്നതിനാൽ കളിക്കാർക്ക് ടെസ്റ്റ് ഫോർമാറ്റിലേക്ക് വേഗത്തിൽ മാറേണ്ടതും അത്യാവശ്യമാണ്. ലോക ചാമ്പ്യന്മാരായ സൗത്ത് ആഫ്രിക്കയെ നാട്ടിൽ നേരിടുമ്പോൾ വിൻഡീസിനെതിരെ പ്രകടമായതിനേക്കാൾ വലിയ ഒത്തിണക്കവും സ്ഥിരതയും ഇന്ത്യക്ക് ആവശ്യമുണ്ട്. ഋഷഭ് പന്തിന്റെ തിരിച്ചുവരവും ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ മുഹമ്മദ് ഷമി പേസ് ആക്രമണം എങ്ങനെ നയിക്കുമെന്നതും ഈ പരമ്പരയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകങ്ങളായിരിക്കും. കൊൽക്കത്തയിലെയും ഗുവാഹത്തിയിലെയും പിച്ചുകൾ ഏത് തരത്തിൽ പെരുമാറുമെന്നതും ഇരു ടീമുകളുടെയും തന്ത്രങ്ങളെ സ്വാധീനിക്കും. ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു തീപാറും പോരാട്ടം ഉറപ്പാണ്.